കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശിയായ റാഫിയും അദ്ദേഹത്തിന്റെ 19 വയസ്സുകാരി മകൾ ഫാത്തിമ നഹയുമാണ് ഇന്നലെ ഇവിടെ നിന്ന് സ്കൂട്ടർ ഗർത്തത്തിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫാത്തിമ നഹ സമീപത്ത് തന്നെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അവിടെ നിന്ന് മകളെയും കൂട്ടിക്കൊണ്ട് പറമ്പിൽ ബസാർ ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു പിതാവ്. അതിനിടയിൽ ഇവിടെയുള്ള ഈ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ വാഹനം ഇങ്ങോട്ട് കയറ്റിയപ്പോഴാണ് ഇവിടെയുള്ള മതിലിടിക്കുകയും തുടർന്ന് മതിൽ തകർന്ന് പിതാവും മകളും സഞ്ചരിച്ചിരുന്ന വാഹനം താഴേക്ക് പതിക്കുകയും ചെയ്തത്. ഏതാണ്ട് 20 അടിയോളം താഴേക്കാണ് വാഹനം പതിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റിൽ തലയിടിച്ചാണ് പിതാവും മകളും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ മൂന്നാമത്തതാണ് ഇപ്പൊ നടന്നത്. അത് ആദ്യം രണ്ട് പെണ്ണുങ്ങളതിനായാലും ഒരു പെണ്ണ് മരിച്ചു. പിന്നെ 2-3 ആണുങ്ങളാണ്. ഒന്നിച്ച് 3 ആൾ ഒരു ബൈക്കിൽ വന്നപ്പോൾ അവിടേക്ക് മറിഞ്ഞിട്ട് 2 ആൾ മരിച്ചു. ഒരാൾ ഇപ്പോഴും കിടക്കുക തന്നെയാ. ഈ ബാരിക്കേഡ് കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടി കെട്ടിക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാവൂലായിരുന്നു. അത് കെട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ നാട്ടുകാരൊക്കെ അതാ പറയുന്നത്. ഇപ്പൊ ഓരോ പറമ്പിലേക്കാണ് വീണ് മരിക്കുന്നത്. എന്നാലും അവർക്കൊരിത് വേണ്ടേ? കാണുന്ന ഞങ്ങൾ ഇന്നലത്തെ രംഗം കണ്ടുകൂടാ. അല്ല പൊട്ടി ഒഴുകി ചോര മോളത് ഇങ്ങോട്ടും പാപ്പേന്റെ ഇങ്ങോട്ടും അല്ല പൊട്ടി ഒഴുകി ചോര തളങ്ങിട്ട് കിടക്കുകയും താൽക്കാലികമായിട്ടൊരു കെട്ട് കെട്ടിയ പോലെ തന്നെ അവിടെ നിലയ്ക്ക് നിൽക്കുന്നത് പോകും. അപ്പോൾ നേരത്തെ കോർപ്പറേഷന്റെ ഈ കാര്യങ്ങൾ നേരത്തെ വന്ന് ബാരിക്കേഡ് പോലെ നേരിട്ടിട്ട് കെട്ടാൻ അതിന് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ സ്വകാര്യ താല്പര്യത്തിനനുസരിച്ച് ചില ആളുകൾ വ്യക്തികളെ സ്വകാര്യ താല്പര്യത്തിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ആ വീടിൻ്റെ ഉടമ തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു. കാരണം അയാൾ തടയിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആ സംഭവം. അല്ലെങ്കിൽ ആ നേരത്തെ വരികയാണ്. അവർ പറയുന്നത് വെച്ചാൽ ഇന്നലെയും കൂടെ ചില ആളുകൾക്കെല്ലാം അയാൾ സംസാരത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വാഹനം നിർത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ആയതുകൊണ്ടാണ് ഞാനത് മാറ്റി നിർത്തി എന്നുള്ളതാണ് അയാൾ പറയുന്നത്. അപ്പോൾ ശരിക്കും അന്ന് കോർപ്പറേഷൻ്റെ സംഭവം ആ ബാരിക്കേഡ് നേരെ അതുവരെ വരികയാണെങ്കിൽ ശരിക്കും അത് തട്ടി നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. സംഭവം എന്താ വെച്ചാൽ നേരെ വന്ന് അവർ ആക്സിഡന്റ് എന്ത് കിട്ടിയെന്ന് നേരെ വന്നിട്ട് അങ്ങോട്ട് ചാടിപ്പോയത്, നേരെ താഴേക്ക് ചാടി. അവസ്ഥ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വാപ്പി മോളും തല പൊട്ടിയിട്ടാണുള്ളത് കിടക്കുന്നത്.